നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് നിങ്ങളെ പലരെയും ഇപ്പോൾ മോശമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു സ്ത്രീ എനർജിയെക്കുറിച്ചും ആ വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നുമുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളോട് വിരോധമുള്ള, നിങ്ങളോട് അസൂയയുള്ള ആ ഒരു സ്ത്രീയുടെ എനർജി എന്ന് പറയുന്നത് അവരുടെ പുറമേയുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അവർ നല്ല കെയറിംഗ് ഉള്ള, മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനുമൊക്കെ അറിയാവുന്ന ഒരു ആളെ പോലെ തോന്നാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളോടായാലും മറ്റുള്ളവരോടായാലും ഒരു സഹാനുഭൂതി കാണിക്കുന്ന ഒരു ആളാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ശരിക്കും അവരുടെ മനസ്സിലുള്ള വികാരങ്ങളെന്ന് പറയുന്നത് സ്ഥിരമല്ലെന്നുള്ളതാണ്. അവരുടെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതാണ്. എന്നാൽ പുറമേ അവർ നല്ല രീതിയിൽ പെരുമാറുന്നത് മൂലം പെട്ടെന്നാർക്കും അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലെന്ന് മാത്രം. ഇവിടെ ഈ ഒരു സ്ത്രീ എനർജി എങ്ങനെയാണ് നിങ്ങളെ മോശമായിട്ട് ബാധിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബലഹീനത എന്തെല്ലാമാണെന്നും എന്ത് പറഞ്ഞാൽ നിങ്ങൾ തകർന്നു പോകും, നിങ്ങളെ തകർക്കാനായിട്ട് സാധിക്കും എന്ന് ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങളെ നേരിട്ട് ആക്രമിക്കാതെ നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിച്ചാണ് അവർ നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ അത് വളരെ വേഗത്തിലും വളരെ പെട്ടെന്നും നടക്കുന്നതാണ്. അതായത് നിങ്ങളെക്കുറിച്ചുള്ള മോശം രീതിയിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് വളരെ വേഗത്തിലാണ് അവർ എത്തിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ പോലും സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അവർ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ സ്ത്രീ ശരിക്കും പല വിധത്തിലുള്ള കള്ളങ്ങളുമുള്ള, പലതും മറച്ചു വെക്കുന്ന, സത്യമല്ലാത്ത കാര്യങ്ങളെ സത്യമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്നൊക്കെ ഒരു എനർജിയുള്ള ആളാണെന്നാണ് കാണുന്നത്. ഈ വ്യക്തി പറയുന്ന എന്ത് കാര്യവും കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് സാധിക്കില്ലെന്നുള്ളതാണ്. അതായത് സത്യമായിട്ടുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ശരിക്കും നടന്ന കാര്യത്തെ വളച്ചൊടിച്ച് അതിൽ ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ അവതരിപ്പിക്കാറുള്ളത്. അതായത് ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും കണ്ണടച്ച് മുഴുവനായിട്ടും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവർ പറയുന്ന കാര്യങ്ങളിൽ പകുതി മാത്രമായിരിക്കും സത്യം, ബാക്കി പകുതി കള്ളമായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർ സ്വന്തം ഭയങ്ങളിൽ ജീവിക്കുന്ന ഒരു ആളാണെന്നാണ് കാണുന്നത്. അതായത് അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവ്, അസൂയ, അവരുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളും ചിന്തകളും, ഇവയൊക്കെയാണ് അവർ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. കൂടാതെ ഈ വ്യക്തിക്ക് പിന്നിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം വളരെ ശക്തമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുണ്ടെന്ന് കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടാണ് ശരിക്കും അവരെ എന്തും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി മുമ്പ് പറഞ്ഞതുപോലെ പുറമേ സ്ഥിരതയും എല്ലാവരോടും ബഹുമാനവും ഉത്തരവാദിത്വവും ഒക്കെയുള്ള ഒരു ആളാണെന്നാണ് തോന്നാറുള്ളത്. അങ്ങനൊരു ഇമേജാണ് അവർ മറ്റുള്ളവർക്കിടയിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. എന്നാൽ അത് ശരിക്കും അവരുടെ മുഖം മൂടി മാത്രമാണെന്നുള്ളതാണ്. അവരുടെ ഉള്ളിൽ അസൂയയും സ്വയം ആത്മവിശ്വാസം ഇല്ലാത്തതുമായ ഒരു അവസ്ഥ വളരെ ശക്തമായിട്ട്
നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ വ്യക്തിയുടെ ശ്രമങ്ങൾ, അതായത് നിങ്ങളെ തകർക്കാനുള്ള, നിങ്ങളെ മാനസികമായിട്ട് തളർത്താനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം, അത് അധിക കാലം നിലനിൽക്കില്ല എന്നുള്ളതാണ്. അവരുടെ ശ്രമങ്ങൾ അവരുടെ മനസ്സിനെ തന്നെ വളരെ ആഴത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള ചില നഷ്ടങ്ങളിലേക്കൊക്കെ നയിക്കും എന്നുള്ളതാണ് കാണുന്നത്. അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് തന്നെ എതിരായിട്ട് മാറുന്നതാണ്. ചില ബന്ധങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ആ ഒരു വ്യക്തിയിൽ ചില തിരിച്ചറിവുകൾ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് അങ്ങനെയൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് അവർ സ്വയം ചിന്തിക്കുന്ന ഒരു ഘട്ടം, അത് വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ വ്യക്തി നിങ്ങളെ സമാധാനമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവാനായിട്ട് അനുവദിക്കാതെ പിടിച്ച് നിർത്താനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ തളർത്താനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ പിടിയിൽ നിന്നും മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുന്നതാണെന്ന്. അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നതാണെന്ന്. അതേപോലെ തന്നെ നിങ്ങളിലുള്ള ആ ഒരു ശക്തിയും ആത്മവിശ്വാസവും വ്യക്തതയുമൊക്കെ അവരെക്കാൾ ശക്തമാണെന്നുള്ളതാണ് കാണുന്നത്. അതിനാൽ തന്നെ ഏതെല്ലാം മാർഗത്തിലൂടെ നിങ്ങളെ തകർക്കാനായിട്ട് അവർ ശ്രമിച്ചാലും അവിടെ അവർ കുഴിക്കുന്ന ആ ഒരു കുഴിയിൽ അവർ തന്നെ വീഴും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതവർക്ക് കൂടുതൽ ശക്തി നൽകും എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഒന്നിലും പ്രതികരിക്കാതിരിക്കുക. ഇവിടെ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു എനർജിയിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ ഉയർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ സ്ഥിരതയും ശാന്തതയും നിറഞ്ഞ ആ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ ദുഷ്പ്രവൃത്തികളിൽ വീണു പോവാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ശാന്തമായിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് സ്ഥിരതയോടെ മുന്നോട്ട് പോയാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജിക്കും നിങ്ങളെ തകർക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച ആ ഒരു വ്യക്തിയുമായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.